അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن لوطا لمن المرسلين إذ نجيناه وأهله أجمعين إلا عجوزا في الغابرين ثم دمرنا الآخرين وإنكم لتمرون عليهم مصبحين وبالليل أفلا تعقلون وإن يونس لمن المرسلين إذ أبق إلى الفلك المشحون فساهم فكان من المدحضين فالتقمه الحوت وهو مليم فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന ചരിത്രവും ഖുർആനിൽ പഠിപ്പിക്കുന്ന ചരിത്രത്തിൻ്റെയും അവതരണ രീതി രണ്ട് ശൈലിയിലാണ്. നമ്മൾ ഹിസ്റ്ററി പഠിക്കൽ ഇസ്ലാമിക് ഹിസ്റ്ററി ആണെങ്കിലും ഇനി ലോകചരിത്രമാണെങ്കിലൊക്കെ നമ്മൾ പഠിക്കൽ അതിൽ നടന്ന സംഭവം, അതിലെ ചരിത്ര സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ, അതിൻ്റെ സംഭവ നാളുകളും സ്ഥലങ്ങളും, അതിൻ്റെ ഒരു കാലഗതി അനുസരിച്ചുള്ള ക്രോണോളജി എന്ന് പറയുന്ന കാലക്രമങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചരിത്രം പഠിക്കാറുള്ളത്. ഖുർആന് ചരിത്രം പറയുന്നത് അതിൻ്റെ തീയതി പറയില്ല. ആ ചരിത്രത്തിൽ ഉള്ള ചരിത്ര പുരുഷന്മാർ, അതിൽ പങ്കെടുത്ത ആളുകൾ, അതിൻ്റെ സ്ഥലം, ഇതൊന്നും ഖുർആൻ പറയില്ല. ചരിത്രത്തിൻ്റെ ഗുണപാഠങ്ങൾ പഠിപ്പിക്കലാണ് ഖുർആനിൻ്റെ രീതി. നമ്മളും ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഗുണപാഠങ്ങൾ പഠിക്കും. അപ്പോൾ നമ്മളെ സമൂഹത്തിൽ കഥാപ്രസംഗങ്ങളായിട്ട് ചരിത്രം, പല നബിമാരുടെയും ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊരു കലാപരിപാടിയായിട്ട് ആളുകൾക്ക് കേൾക്കാൻ പാട്ടും ഗദ്യവും പദ്യവും കൂടിയ കഥനങ്ങൾ, ചരിത്ര കഥനങ്ങൾ, അങ്ങനെയൊക്കെ ചരിത്ര കാവ്യങ്ങൾ ഒക്കെ പറയാറുണ്ട്. അതൊക്കെ അത് ആസ്വാദനത്തിനുള്ളതാണ്. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രം, അതിൻ്റെ രീതി, അത് ഗുണപാഠത്തിനുള്ളതാണ്. അതുകൊണ്ടാണ് കുറേ ഒരു കാലക്രമം അനുസരിച്ചോ കാലഗതി അനുസരിച്ചോ അല്ല, ഇനി ചരിത്രത്തിൻ്റെ തന്നെ ആ ക്രമാനുഗതമായി. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഒരു സ്ഥലത്ത് ജനിച്ച കാര്യവും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നു. പിന്നെ ഒരു സ്ഥലത്ത് അദ്ദേഹം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ വഹി കിട്ടിയ സംഭവം പറയുന്നു. വേറൊരു സ്ഥലത്ത് സീനാ മരുഭൂമിയിലുള്ള സംഭവം പറയുന്നു. അപ്പോൾ ഒരു ക്രമത്തിലല്ല പറയുന്നത്, അതിൽ ഓരോ സന്ദർഭത്തിലും അതിൻ്റെ ഗുണപാഠത്തിനാണ്. അതുതന്നെയാണ് ഇവിടെയും. ഇന്ന ലൂത്തൻ ലമിനൽ മുർസലീൻ. ലൂത്ത് നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സഹോദര പുത്രനായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇതും ചരിത്രാതീത കാലം എന്ന് പറയുന്ന ചരിത്രം രേഖപ്പെടുത്തപ്പെടാത്ത
കാലഘട്ടത്തിലുള്ള ചരിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു കിതാബികളിൽ നിന്ന് കേട്ട് അതടിസ്ഥാനത്തിൽ ചരിത്രത്തിൽ തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്ന കാലം ഇതൊന്നും കൃത്യമായി അറിയില്ല. എന്നാലും അറിഞ്ഞിടത്തോളം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരപുത്രനായിരുന്നു ലൂത്ത് നബി അലൈഹി ഇസ്ലാം എന്നും അദ്ദേഹം ഇറാഖിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രബോധനം തുടങ്ങിയ കാലത്ത് ലൂത്ത് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൽ വിശ്വസിച്ച അനുയായികളിൽപ്പെട്ട ആളായിരുന്നു എന്നും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഇറാഖുകാർ, അതായത് ഊർ എന്ന പ്രദേശത്തുകാർ അവിടെ തീയിൽ കൊണ്ടുപോയി കരിക്കാൻ വേണ്ടി ഇട്ടപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും ഇറാഖിൽ നിന്ന് ഷാമിലേക്ക്, ഇന്നത്തെ ഫലസ്തീനിലേക്ക് ഓടിപ്പോരുകയും ചെയ്ത കൂട്ടത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ചരിത്രത്തിലുള്ളത്. ഫാമനലഹു ലൂത്തുൻ, അദ്ദേഹത്തിൽ ലൂത്ത് വിശ്വസിച്ചു എന്ന് വേറെ സ്ഥലത്ത് കാണാം. ലൂത്ത് നബി ഇബ്രാഹിം നബിയിൽ വിശ്വസിച്ചു. അങ്ങനെ ഓടിപ്പോന്നിന് ഇബ്രാഹിം നബിയുടെ കൂടെ ഷാമിൽ താമസിച്ചു. അതിനിടയിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അവിടെയുള്ള ആക്കിയപ്പോൾ കുറച്ച് അപ്പുറത്തുള്ള പ്രവാചകനാക്കി, സദൂം എന്ന പ്രദേശത്തുള്ള പ്രവാചകനാക്കി ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല നിയോഗിച്ചു. സദൂം എന്ന് പറയുന്നത് ഇന്ന് പിന്നെ സൊഡോം കുമാറ എന്ന് പറയുന്നത് ആ 2 ഗോത്രങ്ങളായിരുന്നു സദൂമിലെ. അത് ഒമാനിലാണ് ഇന്ന രാജ്യമുള്ളത്. ജോർഡാൻ ഒമാനിലല്ല, ജോർഡാനിലെ അമ്മാൻ എന്ന ജോർഡാനിൻ്റെ ക്യാപിറ്റലായ അമ്മാനിൻ്റെ അടുത്താണ്, അമ്മാനിലാണ് ഇന്നിപ്പോൾ ഈ രാജ്യമുള്ളത്. അപ്പോൾ ഏത് ഇസ്രായേലല്ല, ഇതൊക്കെ അടുത്തടുത്ത പ്രദേശങ്ങളാണെന്ന് മാത്രം. ഇസ്രായേലല്ല, അമ്മാനിലാണ്. കുറച്ചു ഭാഗം പിന്നെ പലസ്തീനിൻ്റെയോ ഇസ്രായേലിൻ്റെയോ ഭാഗത്ത് ഇപ്പം ഉണ്ട്. 65 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു തടാകമാണ്. അതിൻ്റെ ചരിത്രം അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായിരുന്നാലും അവിടെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറയുന്നത് ലമിനൽ മുർസലീൻ, അദ്ദേഹം മുർസലായിരുന്നു. നമുക്ക് പഠിക്കാനുള്ളത് അതാണ്. ലൂത്ത് നബി എവിടെ ജനിച്ചു, എങ്ങനെയായി, എത്ര വയസ്സ്, അതൊന്നും നമ്മൾക്ക് പ്രശ്നമല്ല. ഏത് സ്ഥലത്ത് പ്രബോധനം നടത്തി എന്നും പ്രശ്നമല്ല. അതൊക്കെ ചരിത്രകാരന്മാർ അറിയേണ്ടതാണ്. എന്നാൽ ഖുർആനിൽ കൂടി പ്രവാചകന്മാരെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ ഗുണപാഠം ഉൾക്കൊള്ളാനും ഉദ്ദേശിക്കുന്ന നമുക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നത് അദ്ദേഹം മുർസലായിരുന്നു എന്ന് ഒന്നാമത്തെ കാര്യം. 2, ഇത് നജ്ജൈനാഹു വ അഹ്ലഹു അജ്മഈൻ. നജ്ജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി, നജാത്ത് രക്ഷ എന്ന്. അല്ലാഹുമ്മ നജ്ജിനി മിനന്നാർ എന്ന് പറയാലോ. ഇത് നജ്ജൈനാഹു, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി, വ അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ ആളുകളെയും. അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളായ ആളുകൾ, അതായത് അദ്ദേഹത്തിൽ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ. പുറത്തുള്ള ആളുകൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല, കുടുംബക്കാരായിരുന്നു അതിൽ തന്നെ തൻ്റെ ഭാര്യ വിശ്വസിച്ചവളായിരുന്നില്ല എന്നുമുണ്ട്. അതാണ് വ അഹ്ലഹു, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തി. അജ്മഈൻ, ഒന്നടങ്കം അവരെല്ലാവരെയും രക്ഷപ്പെടുത്തി. ഇല്ല അജൂസൻ, മൂപ്പരെ ഭാര്യ എന്നല്ല ഖുർആൻ പറഞ്ഞത്, സംഗതി ഭാര്യയാണ്. ഒരു കിളവിയെ ഒഴികെയെന്ന്. അജൂസ് എന്ന് പറഞ്ഞാൽ ഒരു കിഴവിയെ അല്ലാത്ത അദ്ദേഹത്തിൻ്റെ കുടുംബത്തെന്ന്. അപ്പോൾ അള്ളാഹു ആ സ്ത്രീയെ ഒരു ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ എന്ന് ഇവിടെ പ്രയോഗിക്കാതിരുന്നത്, അത്രയും കാലം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ജീവിച്ചിട്ടും ദീന് മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റിസാലത്ത് മനസ്സിലാക്കാത്ത ഒരു പെണ്ണായിരുന്നു അവളെന്നും. ഇത് മാത്രമല്ല, വളരെ പ്രകടമായ തോന്നിവാസങ്ങൾ ആ സമൂഹം നടത്തിയിട്ടും അവർ സ്വവർഗ ലൈംഗികതയായിരുന്നു അവർ ചെയ്തിരുന്ന ഒരു തെറ്റ്. 2, വളരെ മ്ലേച്ഛമായ
പിന്നെ രൂപത്തിൽ അവർ പൊതു സദസ്സുകളിൽ കീവാഴുവിടുക, അതിൽ ആസ്വദിക്കുക, അത് കണ്ട് അത് ചിരിക്കുക, അതൊക്കെയായിരുന്നു അത്രേ അവരുടെ ഒരു മ്ലേച്ഛമായ പണി. എന്ന് പറഞ്ഞാൽ തനി വളരെ ലോക്കൽ ആയിട്ടുള്ള തറ സമൂഹമായിരുന്നു അവരുടേത്. അതിന് അനുകൂലിച്ചു എന്നതാണ് ഈ പെണ്ണ് അവിശ്വാസിനിയാണ്, അതിന് അനുകൂലിക്കുകയും ചെയ്തപ്പോൾ ലൂത്ത് നബിൻ്റെ ഭാര്യയാണ് എന്ന് പോലും പറയാൻ അള്ളാഹു പറഞ്ഞില്ല. നേരെ മറിച്ച് ഇല്ല അജൂസൻ, ഒരു കിഴവിയെ ഒഴികെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഒക്കെ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ കിഴവി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫിൽ ഗാബിരീൻ, നശിച്ചു പോയവരുടെ കൂട്ടത്തിൽ. ഗാബിരീൻ എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടവർ എന്നാണ്. ശിക്ഷിക്കപ്പെട്ട അവരുടെ കൂട്ടത്തിൽ ഒരു അജൂസ് അതിലുണ്ടായിരുന്നു. ഫിൽ ഗാബിരീൻ എന്ന് പറഞ്ഞാൽ വഹിയ ഫിൽ ഗാബിരീൻ, ശിക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവളുണ്ടായിരുന്നു. പിന്നെ സുമ്മ ദമ്മർന, പിന്നെ നാം ദമ്മർന അഹിലക്കിന, ദമ്മറ എന്ന് പറഞ്ഞാൽ തകർത്തീന, അഹിലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു. കുറച്ചുകൂടി ഗൗരവമാണ് ദമ്മറ, തകർത്തിക്കളഞ്ഞു. അൽ ആഖരീൻ, മറ്റുള്ളവരെയൊക്കെ. ആഹിർ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആഹിർ എന്ന് പറഞ്ഞാൽ അവസാനത്തേതും, ആഖർ എന്ന് പറഞ്ഞാൽ മറ്റേതും, മറ്റേ സമൂഹം, നെക്സ്റ്റ് എന്ന അർത്ഥത്തിലാണ്. അപ്പം സുമ്മ ദമ്മർനൽ ആഖരീൻ, ആ കുടുംബമല്ലാത്ത മറ്റുള്ളവരെയും നാം തകർത്തിക്കളഞ്ഞു. സാധാരണ കാറ്റടിച്ച് ആദ്യ സമൂഹത്തിന് അള്ളാഹു തആല നശിപ്പിച്ചത് കാറ്റടിച്ച് നശിപ്പിച്ചു എന്നാണ്. അപ്പോൾ അവരങ്ങനെ കഅന്നഹും അയ്ജാസു നഖ്ലിൻ ഖാവിയ, വീണ് കിടക്കുന്ന ഈത്തപ്പനത്തടികളെ പോലെ അവർ ആ കാറ്റിൻ്റെ ശക്തിയാൽ വീണ് മരിച്ചുപോയി എന്നാണ് ആരിനെ പറ്റിയും ഒക്കെ പറഞ്ഞത്. സമൂഹത്തിനെ പറ്റിയും അങ്ങനെ തന്നെ, ഇടിവെട്ടേറ്റ് ആ ശബ്ദം കൊണ്ട് അവർ വീണുപോയി വലിയ മരത്തടികളെ പോലെ. അപ്പോൾ അവരൊക്കെ മരിച്ചാലും നശിച്ചാലും ആ ജഡം അവിടെ അള്ളാഹു ബാക്കിയാക്കി. ഇവരങ്ങനെയല്ല, ഇവരെ ഒന്നാകെ ഭൂമി അട്ടിമറിച്ച് അവരെ തകർത്തിക്കളഞ്ഞു. കയ്യും കാലും അവയവങ്ങൾ പോലും കിട്ടിയില്ല. ഫജഅൽന ആലിയഹാ സാഫിലഹ, ആ സദൂം പ്രദേശത്തിൻ്റെ മേൽഭാഗം താഴ്ഭാഗമാക്കി. അപ്പോൾ പിന്നെ താഴെ ഭാഗം അതായത് അട്ടിമറിച്ച് കളഞ്ഞു, അവരെ തകർത്തിക്കളഞ്ഞു എന്ന്. അതാണ് ഭൂമി. ഇബ്നു കസീർ റഹിമഹുള്ളാഹി പറയുന്നുണ്ട്, ഭൂമി ആ ഭൂമിയിൽ ആ ഭാഗം ഇങ്ങനെ പൊങ്ങിപ്പോയിട്ട് മറിഞ്ഞു വീണു എന്ന്. അതാണ് അവരുടെ മീതെ മുകളിൽ നിന്ന് ഒരു തരം ചരൽ വർഷങ്ങളും ഉണ്ടായിരുന്നു. സിജ്ജിയിൽ ഒരു ചുട്ടുപഴുത്ത കല്ലുകൊണ്ടുള്ള ഒരു ചരൽ വർഷങ്ങളും അള്ളാഹു അവരുടെ മേൽ വെച്ചു. അതൊക്കെ മറ്റു ഖുർആനിലെ മറ്റു ആയത്തുകളിലുണ്ട്. സുമ്മ ദമ്മർനൽ ആഖരീൻ, പിന്നെ മറ്റേ വിഭാഗത്തെ നാം നശിപ്പിച്ചു. എന്നിട്ട് അവരോട് പറയാണ്, ഇതൊക്കെ കഥയല്ല, നിങ്ങൾക്കിത് കാണാം. രാപ്പകലുകൾ നിങ്ങൾ ആ ഭാഗത്തു കൂടി രാവും പകലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന്. വ ഇന്നക്കും, മക്കക്കാരെ നിങ്ങൾ, ഖുറൈശികളെ നിങ്ങൾ, മുഹമ്മദ് നബിയെ കേൾക്കുന്നവരെ നിങ്ങൾ, ലതമുറൂന നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്, അലൈഹിം ആ സമുദായത്തിൻ്റെ അടുത്തുകൂടി, അവരുടെ മേൽ എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ചിരുന്ന ആ ഭാഗത്തുകൂടി, മുസ്ബിഹീന വബില്ലയിൽ പകൽ സമയത്തും രാത്രിയും, മുസ്ബിഹീൻ എന്ന് പറഞ്ഞാൽ സുബഹ് നേരത്തും ഒബില്ലയിലി രാത്രിയിലും എന്ന് പറഞ്ഞാൽ അറബികളായ ഖുറൈശികൾ യാത്ര പോകുന്ന, ഷാമിലേക്ക് പോകുന്ന യാത്രയുടെ റൂട്ട് ഈ പ്രദേശത്ത് കൂടി, സദൂം പ്രദേശത്ത് കൂടിയാണ്. അന്നത്തെ അവരുടെ യാത്ര കാരവൻ റൂട്ട് എന്ന് പറയുന്നത് മരുഭൂമി കൂടി കൂടിയെങ്കിലും അവർ യാത്ര പോകില്ല. അവർക്ക് കൃത്യമായ ഒരു സിൽക്ക് വേ എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു കാരവൻ റൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഖുറൈശികൾ ഷാമിലേക്കുള്ള യാത്ര പോയിരുന്നത് ഈ സദൂമിൻ്റെ അവർ അട്ടിമറിഞ്ഞ ആ പ്രദേശത്തിൻ്റെ അടുത്തുകൂടിയായിരുന്നു. അപ്പോൾ യാത്ര പോകുമ്പോൾ അവർ നിരന്തരമായി ഒരു കൂട്ടർ അങ്ങോട്ട് പോകും, മറ്റേ കൂട്ടർ കച്ചവടം കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഖുറൈശികൾ ആ വഴിയിൽ കൂടി രാവും പകലും വ ഇന്നക്കും ലതമുറൂന അലൈഹ, അവർ നശിപ്പിച്ച ആ സ്ഥലത്തു കൂടി, അതിന്മേൽ കൂടി നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ യമുറു എന്ന് പറഞ്ഞാൽ
നടന്നു, സഞ്ചരിച്ചു എന്നൊക്കെ. അതുകൊണ്ടാണ് ട്രാഫിക്കിന് അറബി ഭാഷയിൽ എന്താ പറയുക? മുറൂർ എന്നാണ് പറയുക. ട്രാഫിക്, ഷുർത്തത്തുൽ മുറൂർ എന്ന് പറഞ്ഞാൽ ട്രാഫിക് പോലീസാണ്. മുറൂർ വരുന്നുണ്ട് എന്ന് അറബി നാട്ടിലൊക്കെ പോയ ആളുകൾക്കറിയാം. മുറൂറുണ്ട് പറഞ്ഞാൽ അവിടെ പോലീസ് ഉണ്ട് എന്നതിൻ്റെ അർത്ഥം. വെല്ല ഓടിച്ചോ മുറൂറുണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് മറ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു. അന്നത്തെ ട്രാഫിക്ക് അവർ നടന്നു പോവുക, ഒട്ടകത്തെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് നടന്നു പോവുക, അല്ലെങ്കിൽ ഒട്ടപ്പുറത്ത് പോവുക, അതായിരുന്നല്ലോ. അതവിടെ ഇന്നക്കും ലത്തമറൂന. അപ്പം നമുക്ക് വേണമെങ്കിൽ സഞ്ചരിക്കുന്നു എന്ന് പറയാം. ഇന്നക്കും ലത്തമറൂന അലൈഹിം, ആ ലൂത്ത് സമൂഹത്തിൻ്റെ അടുത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടല്ലോ. മുസ്ബഹീന, അതിരാവിലെയും, ഒബില്ലേലി, രാത്രിയും എന്ന് പറഞ്ഞാൽ രാപ്പകലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങളെന്താണ് ചിന്തിക്കാത്തത് എന്ന്. അപ്പോൾ അപ്പോൾ ലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാത്തത് എന്താണ്? എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങളെന്താ ചിന്തിക്കാത്തത് എന്ന്. അപ്പോൾ വല്ലാത്തൊരു ചോദ്യം തന്നെയാണ്. അതിന് മുമ്പ് കൂടി ഇങ്ങനെ പോകുന്നു. അവിടെ ഒരു സമൂഹത്തെ നശിപ്പിച്ചതാണ് ആ ചാവുകടൽ എന്ന് പറഞ്ഞാൽ. അതിൽ ഒരു മത്സ്യവും ഒരു ജീവികളും വളരാത്ത ഒരു തരം നാറ്റമുള്ള ചെളി നിറഞ്ഞ കറുത്തിരുണ്ട ആ വെള്ളം, അത് പണ്ടൊരു നബി ഉണ്ടായിരുന്നു. ആ നബിയുടെ ആളുകൾ തെറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ട് അള്ളാഹു നശിപ്പിച്ചതാണ് എന്ന് ഈ ഖുറൈശി സമൂഹം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഓലത് കാണുന്നുണ്ട്. ഓല ആ കഥ പറഞ്ഞുകൊണ്ടാണ് പോരല്. ഓലത് കേൾക്കുന്നുണ്ട്, ഓൽക്കത് അറിയാം. എന്നാലും അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പം ഇവിടെ ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് നമ്മളോട് എന്താ, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഓരോ ചരിത്ര തെളിവുകളും അതുപോലെ ദൃഷ്ടാന്തങ്ങളും അല്ലാഹ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് കാണിച്ചു കൊടുത്തു, അവർ ചിന്തിച്ചില്ല. നമുക്കും ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല അങ്ങനെ കാണിച്ചു തരുന്നുണ്ടല്ലോ. നാശത്തിൻ്റെയും അതുപോലെ തന്നെ പിന്നെ നന്മയുടെയും നിഅമത്തിൻ്റെയും നിഖ്മത്തിൻ്റെയും ശിക്ഷയുടെയും ഒക്കെ തെളിവുകൾ ഓരോന്നോരോന്ന് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങളെന്താ ചിന്തിക്കാത്തത്? അപ്പം അത്രയേ ഉള്ളൂ. ലൂത്ത് നബിയുടെ സംഭവം അത്രയേ അല്ലാഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ഭാര്യയായിട്ട് പോലും ആ തോന്നിവാസികളുടെ കൂടെ നശിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ ഭർത്താക്കന്മാർ എത്ര നല്ലവരായിട്ടും കാര്യമില്ല, ഭാര്യമാർ നന്നായി ജീവിക്കണം. അതും കണ്ടും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഭാര്യമാർ നല്ലവരായതുകൊണ്ട് കാര്യമില്ല, ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ നല്ലവരായെങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. അതുപോലെ ബാപ്പയും മക്കളും ആ ബന്ധമാണ്. അതിൽ ഒരു ബന്ധം ഇവിടെ പറഞ്ഞു, നമുക്ക് ആ ബന്ധത്തിനോട് ആക്കാം. അതായത് ഒരാൾ നന്നായത് കൊണ്ടായില്ല, ഓരോരുത്തരും വേറെ നന്നാവണം. ഇന്ന ആളുകളുടെ കൂടെ, ഭാര്യയുടെ കൂടെ ജീവിച്ച ഇതാണല്ലോ ലൂത്ത് നബി, എന്നിട്ട് പോലും നന്നാവാൻ കഴിഞ്ഞില്ല എന്നത് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കാതിരുന്നാൽ പിന്നെ പള്ളിയിൽ ഇത്തികാഫിരുന്നാലും ആ ഹിദായത്ത് കിട്ടൂല, അല്ലെങ്കിൽ നബിമാരെ കൂടെ ജീവിച്ചാലും കിട്ടൂല. അപ്പം ഹിദായത്താണ് നമ്മൾ തേടിപ്പിടിക്കേണ്ടത്. അതൊക്കെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റൊന്ന്, അല്ലാഹു തആല ബുദ്ധി കൊടുത്ത് അതനുസരിച്ച് ചിന്തിക്കാൻ തയ്യാറില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൻ്റെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും രാവും പകലും നടന്നാലും അത് തലയിൽ കയറൂല. അപ്പോൾ മനുഷ്യന്മാർ ചിന്തിക്കാൻ തയ്യാറില്ല എങ്കിൽ നേർക്കുനേരെ സത്യം കണ്ടാലും അവർക്ക് ബോധ്യമാവില്ല. പല സ്ഥലത്തും ഖുർആൻ പറയുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട്, എന്തേ ഒരു മലക്കുകളെ ഇറക്കിക്കൂടായിരുന്നോ ഖുർആനുമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രവാചകനായിട്ടൊരു മലക്കിനെ അയച്ചുകൂടെയെന്നോ? അള്ളാഹ് പറഞ്ഞു, മലക്കാണ്ട് ഇറങ്ങി വന്ന് ഞാൻ നബിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല. അതുപോലെ ഞങ്ങൾക്ക് എന്താ ആകാശത്ത് നിന്ന് ഒരു ഗ്രന്ഥം ഇങ്ങനെ കണ്ട് ഇറങ്ങി വരട്ടെ, എന്നാലേ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് വിശ്വാസമാവുള്ളൂ. ഇത് മുഹമ്മദ് നബി എവിടുന്നോ പിന്നെ വായിച്ചു കൊണ്ടതാണ്, പഠിച്ചു കൊടുന്നതാണ്. ഞങ്ങൾക്ക് ആ കിതാബ് ഇങ്ങനെ മുകളിൽ നിന്ന് വരട്ടെ. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, നിങ്ങൾക്ക് കിതാബ് നേരിട്ട് മുകളിൽ നിന്ന് വന്ന് നിങ്ങളെ കൈ കിട്ടിയാലും നിങ്ങൾ വിശ്വസിക്കൂല. അങ്ങനെയാണ്. അതായത് ചിന്തിക്കാനും
ഉൾക്കൊള്ളാനും തയ്യാറില്ലാത്തവൻ എത്ര കൃത്യമായി ഉപദേശം കേട്ടാലും വായിച്ച് പഠിച്ചാലും അത് ഗ്രഹിച്ചാലും അത് ഉൾക്കൊള്ളൂല. അതിന് കാരണം എന്താ? ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ 2 കൈവിരലുകൾക്കിടയിലാണ് ഹിദായത്ത്. ആ കൈവിരലുകൾ അള്ളാഹു തആല അവന് ഇളക്കിക്കൊടുത്ത് അത് വിടർത്തി കൊടുക്കണം, എന്നാലേ ഹിദായത്ത് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പടച്ചോൻ്റെ തൗഫീക്ക് നമുക്ക് കിട്ടണം, എന്നാലേ ഹിദായത്ത് കിട്ടൂ. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹദീസ് കേട്ടല്ലോ, അതായത് ഖാരിബു വസദ്ദിദു വഇലമു അന്നഹു ലൻ യൻജുവ അഹദും മിൻകും ബിഅമലിഹി. നിങ്ങൾ പരമാവധി സത്യസന്ധമായി നേരിനോടടുത്ത് ജീവിക്കുക, നേരെ ചൊവ്വ ജീവിക്കുക. നിങ്ങളാരും അവൻ്റെ കർമ്മം കൊണ്ട് രക്ഷപ്പെടും എന്ന് വിചാരിക്കരുത്. അപ്പോൾ അവർ ചോദിച്ചു, സഹാബിമാർ, നിങ്ങളും നിങ്ങളുടെ കർമ്മം കൊണ്ട് രക്ഷപ്പെടുകയില്ലേ? അപ്പം നബി പറഞ്ഞു, വല അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തി മിന്നു വഫളിൽ. അള്ളാഹുവിൻ്റെ റഹ്മത്തും ഫضലും കിട്ടാതെ, അതുകൊണ്ട് എന്നെ അള്ളാഹ് മൂടി പുതച്ചിട്ടില്ലെങ്കിൽ എനിക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പം ഹിദായത്താകുന്ന ഏറ്റവും വലിയ നിഅമത്ത് കിട്ടണമെങ്കിൽ അള്ളാഹു നമുക്കത് തരണം. അള്ളാഹു നമുക്കത് തരണമെങ്കിൽ നാം ആ ഹിദായത്ത് കണ്ടും കേട്ടും വായിച്ചും പഠിച്ചും മനസ്സിലാക്കണം, അതനുസരിച്ച് ജീവിക്കണം എന്ന ഒരു വിചാരം നമുക്കുണ്ടാവണം. അള്ളാഹ് നമ്മളെ ഹിദായത്തിൽ നിന്ന് തെറ്റിക്കുകയല്ല. അള്ളാഹ് നമുക്ക് ഹിദായത്ത് കാണിച്ചു തരുന്നുണ്ട്. അതിലേക്ക് നമ്മളെ ചേർക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന ഒരു ഗുണപാഠമൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത നബി, വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. വഇന്ന യൂനുസ, തീർച്ചയായും യൂനുസ് നബി അലൈഹിസ്സലാം, ലമിനൽ മുർസലീൻ, അദ്ദേഹവും മുർസലീങ്ങളിൽപ്പെട്ട ആള് തന്നെയായിരുന്നു. യൂനുസ് ബിൻ മത്ത പറയുന്ന യൂനുസ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് ഇറാഖിലെ നെയ്നവ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നു എന്നാണ്. ഇന്ന് ആ പേരിലൊരു നാട് ഇറാഖിലില്ല. ഇന്ന് മുസൂളാണുള്ളത്. മുസൂൾ പ്രദേശമായിരുന്നു പഴയകാല നെയ്നവ എന്ന രാജ്യം. അപ്പം നെയ്നവ രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു യൂനുസ് നബി അലൈഹിസ്സലാം എന്നും അദ്ദേഹം തൻ്റെ ചെറിയ ഒരു സമുദായത്തിലേക്കാണ്, 100,000 അടുത്തുള്ള ആൾ എണ്ണമുള്ള ഒരു സമുദായത്തിലേക്കാണ് നെയ്നവ പ്രദേശത്ത് നബിയായി വന്നതെന്നും ആ സമുദായം വിശ്വസിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് കോപം വരികയും അദ്ദേഹം ആ നാടിൽ നിന്ന് ഒളിച്ചോടിപ്പോവുകയും ചെയ്തു എന്നാണ്. അദ്ദേഹത്തിന് ക്ഷമ ഉണ്ടായില്ല. ഒരു പ്രവാചകനല്ലേ, ക്ഷമിക്കണമല്ലോ. അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആദ്യ സമയത്ത് ഒരു പരീക്ഷണമായിരുന്നു അത്. ക്ഷമിച്ചില്ല. അദ്ദേഹത്തിന് ദേഷ്യം വന്ന്, സങ്കടം വന്ന് ആ നാട്ടിൽ നിന്ന് ഒളിച്ചോടി ഏതെങ്കിലും വേറെ പ്രദേശത്തേക്ക് പോകാൻ വേണ്ടി കടൽ തീരത്തെത്തി കപ്പലിൽ കയറി. കപ്പൽ വഴിയിലെത്തിയപ്പോൾ അതിൽ ആൾ ഏറെയായി. കപ്പൽ മുങ്ങാൻ പോകുമ്പോൾ ആൾ ഏറെയാണ്, ഒരാളെങ്കിലും പുറത്തേക്ക് പോകണം. അപ്പോൾ ആര് പോകും എന്ന് കപ്പിത്താൻ തീരുമാനിച്ചു, നറുക്കിട്ടെടുക്കുക. എന്നാൽ ആരാണോ നറുക്ക് വീഴുന്നത് പോകാൻ പോട്ടെ, കാരണം ഒന്നും ന്യായമല്ല. അപ്പോൾ നറുക്കിട്ടെടുത്തപ്പോൾ എന്താണ്, യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ നറുക്കാണ് വീണത്. അങ്ങനെ അദ്ദേഹത്തെ അവർ പുറത്തേക്ക് എടുത്തിട്ടു. കടലിൽ അദ്ദേഹം മുങ്ങിപ്പോയി. ഒരു വലിയ മത്സ്യം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങി. അള്ളാഹു അദ്ദേഹത്തെ കാവൽ ഏർപ്പെടുത്തി. വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഈ മനുഷ്യൻ അവിടെ കിടന്നു. അദ്ദേഹം തസ്ബീഹ് ചൊല്ലി 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 ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മത്സ്യം പുറത്തേക്ക് കൊണ്ടുപോയി ആ യൂനുസ് നബിനെ തള്ളി, കക്കി എന്ന് നമ്മൾ പറയുന്ന പുറത്തേക്ക് തള്ളിയിട്ടു. അങ്ങനെ അദ്ദേഹം കരയിൽ ക്ഷീണിതനായി കുറേ കിടന്നു. അവിടെ കുറേ ചിരങ്ങവള്ളി പോലെ വീതിയുള്ള പച്ചപ്പുള്ള ഇലകളുള്ള ഒരു പ്രദേശത്തേക്കാണ് മത്സ്യം തള്ളിയത്. അതുകൊണ്ട് ആ മരുഭൂമിയിലെ പച്ചപ്പിലും തണലിലും കുറച്ചു കാലം കിടന്നപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസം വന്നു. തിരിച്ച് നെയ്നവ പ്രദേശത്തേക്ക് തന്നെ
തിരിച്ചു പോയി. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അള്ളാഹുവിൻ്റെ ശിക്ഷയാണെന്ന് ബോധ്യപ്പെട്ടു. തിരിച്ചങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ ആളുകൾക്ക്, തോന്നിവാസികളായ ആളുകൾക്കും ഈ സംഭവം ബോധ്യപ്പെട്ടു. അവരൊക്കെ വിശ്വാസത്തിലേക്ക് മടങ്ങി. പിന്നെ അള്ളാഹു തആല നാട്ടിൽ നല്ല ഐശ്വര്യം കൊടുത്തു, അവർക്കൊക്കെ രക്ഷ കൊടുത്തു. അങ്ങനെ യൂനുസ് നബിയും അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സമുദായവും വീണ്ടും സുരക്ഷിതമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതാണ് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൽ ചരിത്രം മുഫസ്സിറുകൾ പറഞ്ഞത്. ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. നമുക്കതിലുള്ള ഒരു പാഠം എന്ന് പറഞ്ഞാൽ, ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പന വിട്ട് നമ്മൾ എവിടേക്ക് പോയാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന വിട്ട് അള്ളാഹുവിൻ്റെ യാ മാശറൽ ജിന്നി വൽ ഇൻസ് ഇനിസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരി സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ജിന്നുകളെ, ഇൻസുകളെ, ആകാശഭൂമിയുടെ ഈ ഒരു വട്ടത്തിൽ നിന്ന്, ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് എവിടേക്ക് പോകാൻ കഴിയുമെങ്കിലും പോയിക്കോളി, നിങ്ങൾക്ക് കഴിയൂല എന്ന്. അപ്പോൾ നമുക്ക് അള്ളാഹിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എവിടെ ഓടി ഒളിച്ചാലും പഠിച്ചോ നമ്മൾ പിടികൂടും. ഒന്നാമത്തെ കാര്യം. രണ്ട്, അള്ളാഹു തആല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ആ കാര്യം നടപ്പിലാക്കാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് ആ കാര്യം നടപ്പിലാക്കും. അതാണ് ഒരു കാര്യം അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു തആല അദ്ദേഹത്തെ, യൂനുസ് നബി അലൈഹിസ്സലാമിനെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. അതുപോലെ നീനവ പ്രദേശത്തെ ധിക്കാരികളായ ആളുകൾക്ക് പശ്ചാത്താപം കൊടുത്ത് അവരെ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു. അതിന് അള്ളാഹു തആല ഒരു കാരണമുണ്ടാക്കും. അതാണ് ഇന്നല്ലാഹ ഇദാ അറാദ ഷൈഅൻ ബി ഖൗമിൻ ഔ ബി അഹദിൻ ജഅലല്ലാഹു ലഹു അസ്ബാബൻ. ചില കാരണങ്ങൾ ഉണ്ടാക്കും. അപ്പം നമ്മളെ പാങ്ങിലുള്ള കുറച്ച് ടീച്ചർമാർ, കുറച്ച് സ്റ്റാഫ്, ഒരു സ്കൂളിലെ സ്റ്റാഫ്, അവരുടെ മരണം അള്ളാഹു തആല ഒരു ഇന്ന രൂപത്തിലായിരിക്കണമെന്ന് തീരുമാനിച്ചു. അതിനൊരു കാരണം ഉണ്ടാക്കി. എന്നാലും എല്ലാവരും പോകണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ ചില ആളുകൾക്ക് ഒരു കാരണം ഉണ്ടായി പോകാൻ പറ്റിയില്ല, കുറച്ച് അധ്യാപകർക്ക്. മറ്റേ അധ്യാപകരൊക്കെ ആടിപ്പാടി കളിച്ച് ചിരിച്ച് പോയി. അള്ളാഹു തആല അവർക്ക് അവരുടെ അള്ളാഹു ഉദ്ദേശിച്ച ആ കാര്യം അവിടെ വരെ കൊണ്ടുപോയി എത്തിച്ച് അള്ളാഹു അവർ നടപ്പിലാക്കി. ഇത്രയേ ഉള്ളൂ. ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിൻ്റെ കാര്യം അതാണ്. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതുണ്ടാവണം എന്ന് അള്ളാഹു തആല തീരുമാനിക്കും, അപ്പോൾ അതുണ്ടാവും. അപ്പോൾ ഈ കാര്യകാരണങ്ങൾ ഓരോന്നും അള്ളാഹു തആല ഉദ്ദേശിക്കും. നമ്മളൊക്കെ ജീവിതം അങ്ങനെ തന്നെയാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു ഉദ്ദേശിച്ചു. അപ്പോൾ അതിന് അദ്ദേഹം നാട്ടിൽ നിന്ന് കോപിഷ്ഠനായി പോയി. അതൊരു പ്രവാചകന് പാടുണ്ടായിരുന്നില്ല. അതിന് അള്ളാഹു തആല അദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തു. കപ്പലിൽ കയറിയപ്പോൾ നറുക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ വീണു പുറത്തേക്ക് ഇറങ്ങാൻ. ആ പടച്ചോൻ്റെ ഒരു തീരുമാനമാണ്. നറുക്ക് വീണു, അദ്ദേഹത്തിന് വീണു. അദ്ദേഹം പറഞ്ഞ പുറത്ത് കിട്ടു. എന്നാൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടായ ആ വീഴ്ച അള്ളാഹു തആല പുറത്തു കൊടുത്തു. അദ്ദേഹത്തെ കടലിൽ മത്സ്യം കൊന്നു തിന്നേണ്ടതായിരുന്നു, അള്ളാഹു അതിന് അനുവദിച്ചില്ല. ഇബ്രാഹിം നബിക്ക് തീയ് തണുപ്പായതുപോലെ മനുഷ്യന്മാരെ കടലിൽ എന്ത് കിട്ടിയാലും അതിനെ പിടിച്ച് വിഴുങ്ങുന്ന ആ വലിയ മത്സ്യം, അതിനെ വിഴുങ്ങാൻ അല്ലാഹു തആല അതിന് തോന്നൽ കൊടുത്തില്ല, അനുമതി കൊടുത്തില്ല. അങ്ങനെ അദ്ദേഹം ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്ന് തസ്ബീഹ് ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹുവേ, നീയാണ് അർഹനായിട്ടുള്ളത്, നീ മാത്രമാണ്, മറ്റാരുമല്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. അദ്ദേഹം തസ്ബീഹ് ചൊല്ലി. തസ്ബീഹിൻ്റെ ഫളു തസ്ബീഹിൻ്റെ ഫളലുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇതൊക്കെയാണ്. മനുഷ്യൻ അള്ളാഹുമായിട്ടുള്ള നിരന്തരമായ ഒരു ബന്ധം ജീവിതത്തിൽ എപ്പോഴുണ്ടെങ്കിലും, യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്തിയത് മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിലാണ്. അത്രയും ഒരു ഇടുങ്ങിയ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു അപകടഘട്ടത്തിലും
പടച്ചവനായിട്ടുള്ള ബന്ധം ആ യൂനുസ് നബി അലൈഹി സ്വലാം നിലനിർത്തി. അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടായി, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന ആ അഭിവാഞ്ചയേക്കാളും കൂടുതൽ പടച്ചവനായിട്ട് അടുക്കണം എന്ന് മത്സ്യത്തിൻ്റെ വയറ്റിൽപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അത് തസ്ബീഹിൻ്റെ ബർക്കത്താണ്. അതുകൊണ്ട് നിങ്ങൾ തസ്ബീഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെ കൂടുതൽ പറഞ്ഞ അതാണ്. ഒരു സമൂഹത്തിന് അല്ല, അല്ലാഹു തആല ഈ അവനെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിൻ്റെ ഗുണഫലം മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കും. അതിനാണ് തസ്ബീഹുകൾ എപ്പോഴും വർദ്ധിപ്പിക്കാൻ സംസ്കാരത്തിൻ്റെ ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് തസ്ബീഹ് എന്ന് പറഞ്ഞാൽ തസ്ബീഹുകളും ദിക്റുകളും. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദിക്ർ തസ്ബീഹുകൾ എന്ന് പറയുന്നത് മത്സ്യത്തിന് വെള്ളം പോലെയാണ് എന്നാണ്. മീനുകൾക്ക് വെള്ളമില്ലെങ്കിൽ അത് ചത്തുപോകും. അതുപോലെ ഒരു വിശ്വാസി തസ്ബീഹും ദിക്റുകളും ചെല്ലുന്നില്ലെങ്കിൽ അവൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് മരിച്ചു പോകും. എന്നിട്ട് ഇബ്നു തൈമിയ്യ ചോദിക്കുന്നുണ്ട്, ഫകൈഫ ഹാലു സമക്കി ഇതാ ഉഖ്രിജ മിനൽ മാഇ എന്ന് അങ്ങനത്തെ ഒരു വാക്കിലാണ് അയാൾ ചോദിക്കുന്നത്. അതായത് ഒരു മത്സ്യത്തിനെ പുറത്തേക്ക് എടുത്തിട്ടാൽ, വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കരയിലേക്ക് എടുത്തിട്ടാൽ ആ മത്സ്യത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അത് ജീവന് വേണ്ടി പടഞ്ഞ് അവസാനം നിശ്ചലമാകുന്നത് പോലെ ദിക്റുകളും തസ്ബീഹുകളും ഇല്ലാത്ത മനുഷ്യന് സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പടഞ്ഞ് അവന് നിരാശയും സങ്കടവും അസമാധാനവും തോടുകൂടി അവന് ജീവിക്കേണ്ടി വരും. എന്നാൽ തസ്ബീഹ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവനെന്നും ഒരു സമാധാനം, ഒരു കണക്ഷൻ ഉണ്ടാവും മേലേക്ക് പടച്ചോനേറ്റ്. ആ കണക്ഷൻ നിലനിർത്താൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന, അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അസ്സമാവാതു സബ്ഉ 7 ആകാശങ്ങളും, വൽ അർളു ഭൂമിയും, വമൻ ഫീഹിന്ന ഇതിലുള്ളതെല്ലാം, അതിലുള്ള ജീവജാലങ്ങൾ, മനുഷ്യർ, മലക്കുകൾ, ജിന്നുകൾ, അതുപോലെ മറ്റു വസ്തുക്കൾ, അചേതന വസ്തുക്കളെല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഈ ആകാശഭൂമികളിൽ ഒരു വസ്തുവും തന്നെ ഇല്ല അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പ്രകീർത്തിക്കാതെ, അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കാത്ത ഒരു വസ്തുവും ആകാശഭൂമികളൊന്നുമില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷേ മനുഷ്യരെ ആ തസ്ബീഹുകളൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതാ. അപ്പം ഈ കടലും കരയും ഭൂമിയും ആകാശവും മണ്ണും മണലും കല്ലും പാറകളും മലകളും അതുപോലെ പക്ഷികളും ഇഴജന്തുക്കളും മറ്റു ജീവജാലങ്ങളുമെല്ലാം അള്ളാഹുമായുള്ള ഒരു ബന്ധം നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു തആല അവറ്റങ്ങൾക്ക് ആ നിലക്കുള്ള ഒരു സംവിധാനം കൊടുത്തത്. ആ ബന്ധം നിലനിർത്താൻ അവരെക്കാളും ബാധ്യതയുള്ളവരാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർ, പ്രവാചകന്മാരെ അയച്ച് അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യർ. പക്ഷേ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹും, പക്ഷികൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ടോ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാകണില്ല. ജീവജാലങ്ങൾ, പർവ്വതങ്ങൾ, ഇതിൻ്റെയൊക്കെ തസ്ബീഹ് അറിഞ്ഞുകൂടാ. അതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാ? അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അതൊക്കെ രാവിലെയും വൈകുന്നേരവും 300 പ്രാവശ്യം ചെല്ലാൻ, 33 വട്ടം നമസ്കാരങ്ങളുടെ ശേഷം ചെല്ലാൻ, അതുപോലെ തന്നെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ദിക്റുകളും തസ്ബീഹുകളും ചെല്ലാൻ. ഏതുവരെ? ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു, വിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ, നിങ്ങളുടെ ശത്രു സംഘങ്ങളെ കണ്ടുമുട്ടുമ്പോൾ, ദ്വന്ദ്വ യുദ്ധത്തിൽ ശത്രുക്കൾ മുമ്പിലെത്തി നിങ്ങൾ അവരുമായി മുഖാമുഖം കണ്ടുമുട്ടുമ്പോൾ, ഫസ്ബുത്തു, നിങ്ങൾ ഉറച്ചു നിൽക്കുക, പേടിച്ച് തിരിച്ചു പോകരുത്. ഒദ്കുറുല്ലാ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്ന്. അപ്പം പോലും ദിക്റുകളാണ് വേണ്ടത്. ഇത് പറഞ്ഞാൽ ആ ദിക്റിൻ്റെ രൂപം പഠിച്ചവനെ ഓർക്കുക, അള്ളാഹുവെ രക്ഷിക്കണേ, അല്ലെങ്കിൽ അള്ളാഹുവെ യാ അള്ളാഹ് യാ റബ്ബന, ദിക്റുകൾ. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എല്ലാ കച്ചവടങ്ങളും, നമ്മളെ ഉദ്യോഗങ്ങളും, തൊഴിലുകളും, കൃഷിയും,
നമ്മളെ കുടുംബകാര്യങ്ങളും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ സാമൂഹ്യവും അതിലൊക്കെ നമ്മൾ നല്ല നിലക്ക് ഇടപെട്ടുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ അവിടെ ഡിസ്കണക്റ്റ് ചെയ്യാതെ തസ്ബീഹുകളിൽ കൂടി, ദിക്റുകളിൽ കൂടി, പ്രാർത്ഥനകളിൽ കൂടി നിലനിർത്താം എന്ന ഗുണപാഠമാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൽ കൂടി പഠിപ്പിക്കുന്നത്. ഇന്ന യൂനുസ് ലമിനൽ മുർസലീൻ, യൂനുസ് മുർസലുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. ഇത് അബക്ക, അബക്ക എന്ന് പറഞ്ഞാൽ ഒളിച്ചോടി എന്നാണ്. ആബിഖ് എന്ന് പറഞ്ഞാൽ യജമാനൻ്റെ സമ്മതം കൂടാതെ ഓടിപ്പോകുന്നവനെയാണ് ആബിഖ് എന്ന് പറയാം. യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ യജമാനനായ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ സമ്മതം കൂടാതെ ഒളിച്ചോടിപ്പോയി. എത്തിയത് ഇലൽ ഫുൽക്കിൽ മഷ്ഹൂൻ, നിറക്കപ്പെട്ട കപ്പലിലാണ്. അത് ചരക്കുകളും ആളുകളും. ഷഹന എന്ന് പറഞ്ഞാൽ നിറച്ചു എന്നാണ്. ഷാഹിനത്ത് എന്ന് പറഞ്ഞാൽ ചരക്ക് ലോറിക്കും ചരക്ക് കപ്പലിനൊക്കെയാണ് ഷാഹിനത്ത് എന്ന് പറയാം. ഷഹിന് എന്ന് പറഞ്ഞാൽ നമ്മളെ ബാറ്ററിക്കൊക്കെ ചാർജ് ചെയ്യുന്നതിന് ഷഹിന് എന്നാണ് പറയാം. ബാറ്ററിക്ക് ഷഹന എന്ന് പറഞ്ഞാൽ നിറക്കാണ്. അപ്പോൾ അൽ ഫുൽക്കുൽ മഷൂം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊണ്ടും ചരക്കുകൾ കൊണ്ടും നിറക്കപ്പെട്ട ഒരു കപ്പലിലേക്കാണ് ഒളിച്ചോടിയത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓടി ഓടുക്കോ പോകുമ്പോൾ കപ്പൽ കിട്ടി, കപ്പലിൽ എത്തിപ്പെട്ടു. ഫസാഹമ, അങ്ങനെ അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കെടുത്തു. സഹ്മ് എന്ന് പറഞ്ഞാൽ ഒരു വിഹിതം അല്ലെങ്കിൽ നറുക്ക് എന്നാണ്. സഹമ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നറുക്കിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഒരാളെ ഒഴിവാക്കണം. അതൊന്നും ഇവിടെ ഇല്ല. ഒരാളെ കപ്പലിൽ നിന്ന് ഒഴിവാക്കിയാലേ കപ്പൽ മുന്നോട്ട് പോകൂ എന്ന് കണ്ടപ്പോൾ കപ്പിത്താൻ നറുക്കെടുത്തു. ഫസാഹമ, ആ നറുക്കെടുപ്പിൽ അദ്ദേഹം പങ്കെടുത്തു. ഫക്കാന മിനൽ മുദ്ഹലീൻ, അങ്ങനെ അദ്ദേഹമാണ് പുറന്തള്ളപ്പെട്ടവരിലായി. ഫക്കാന മിനൽ മുദ്ഹലീൻ, അദ്ദേഹം തള്ളപ്പെട്ടവരിലായി അല്ലെങ്കിൽ പരാജിതരിൽ പെട്ടുപോയി. ദഹല എന്ന് പറഞ്ഞാൽ തകർക്കപ്പെട്ടു, പരാജയപ്പെട്ടു എന്നൊക്കെയാണ്, അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ടു എന്നൊക്കെയാണ്. അപ്പോൾ പുറന്തള്ളപ്പെട്ടവരിൽ എന്ന് പറഞ്ഞാൽ കപ്പലിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെട്ടവരിൽ അദ്ദേഹം പെട്ടുപോയി. പിന്നെ ഫൽതഖമഹു, അപ്പോൾ അദ്ദേഹത്തെ വിഴുങ്ങി. ഇൽതഖമ എന്ന് പറഞ്ഞാൽ വിഴുങ്ങി, തിന്നു എന്നല്ല, തിന്നിട്ടില്ല, വിഴുങ്ങിയതാണ്. ഫൽതഖമഹു, അദ്ദേഹത്തെ വിഴുങ്ങി. അൽ ഹൂത്തു, ഒരു വലിയ മത്സ്യം. സമക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന് തിന്നുന്നതോ ചെറിയതും വലിയതുമായ മത്സ്യങ്ങൾക്കാണ് സമക്ക് എന്ന് പറയുക. ഇത് ഹൂത്ത് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് തിന്നുന്നതിൻ്റെയും അപ്പുറത്തുള്ള കടലിലെ വലിയ വലിയ മത്സ്യങ്ങൾക്ക്, തിമിംഗലം എന്നൊക്കെ ഹൂത്തിന് പറയാറുണ്ട്, തിമിംഗലം. അപ്പോൾ ഒരു വലിയ മത്സ്യം അദ്ദേഹത്തിന് വിഴുങ്ങി. സാധാരണ മത്സ്യത്തിന് അങ്ങനെ വിഴുങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ വിഴുങ്ങി, ഒരു മനുഷ്യനല്ലേ. ഒഹുവ മുലീം, അദ്ദേഹം കുറ്റവാളിയായിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തെ വിഴുങ്ങി. കുറ്റവാളിയാണല്ലോ, അള്ളാഹുവിൻ്റെ കൽപ്പന വിട്ട് അവിടുന്ന് ഒളിച്ചോടി പോകുകയാണ് അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ. അപ്പോൾ കുറ്റക്കാരനായിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തെ വിഴുങ്ങി. ആ വിഴുങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി എൻ്റെ കുറ്റം കൊണ്ടാണ് അള്ളാഹു എന്നെ ശിക്ഷിക്കുന്നത് എന്ന്. അപ്പോൾ ആ ബോധ്യം അദ്ദേഹം ദിക്റുകളും തസ്ബീഹുകളുമാക്കി അദ്ദേഹത്തെ അള്ളാഹുവിലേക്ക് തിരിക്കാൻ കാരണമാക്കി. അതാണ് ഫലൗല അന്നഹു ഖാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം മുസബ്ബിഹീങ്ങളിൽ തസ്ബീഹ് ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല എങ്കിൽ. അപ്പം അദ്ദേഹം തസ്ബീഹ് ചെല്ലീന്ന് അവിടെ ഉണ്ട്, അദ്ദേഹം തസ്ബീഹ് ചെല്ലീന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ അദ്ദേഹം തസ്ബീഹ് ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ലെങ്കിൽ ലബിസ, അദ്ദേഹം കഴിഞ്ഞുകൂടുമായിരുന്നു ഫീ ബത്നിഹി, ആ വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ, ഇലാ യൗമി യുബ്അസൂൻ, പുനർജനിക്കുന്ന നാൾ വരെ, അല്ലെങ്കിൽ പുനർജന്മ നാൾ വരെ എന്ന് പറഞ്ഞാൽ യൗമുൽ ബഅസ്, ഖിയാമത്ത് നാൾ കഴിഞ്ഞ് അല്ലാഹു തആല ഖബറിൽ നിന്ന് ജനങ്ങളെ പുനർജീവിപ്പിക്കുമ്പോൾ ആ വരെ അദ്ദേഹം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഖബറ് മത്സ്യത്തിൻ്റെ വയറായിരിക്കും. അതായത് തിന്ന് ദഹിച്ച് ലയിച്ചു പോകുമായിരുന്നു. പക്ഷേ തസ്ബീഹ് ചൊല്ലിയപ്പോൾ അദ്ദേഹം രക്ഷപ്പെടുത്തി. അപ്പോൾ തസ്ബീഹിന് വലിയ ബർക്കത്തുണ്ട്, വലിയ രക്ഷയുണ്ട്. ആ തസ്ബീഹുകളിൽ കൂടി മനുഷ്യർക്കും നമുക്കും രക്ഷ കിട്ടും എന്ന പാഠം. അതിനാണ് യൂനുസ് നബി
ഇവിടെ ചരിത്രം. അങ്ങനെ തസ്ബീഹ് ചൊല്ലിയിരുന്നില്ലെങ്കിൽ അദ്ദേഹം പിന്നെ വേറെ സ്ഥലത്തുണ്ട്, എന്താണ് പിന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ ചെല്ലേണ്ട തസ്ബീഹുകളുടെ കൂട്ടത്തിൽ ഒരു തസ്ബീഹ് അതാണ്. സുബ്ഹാനല്ലാഹ് അതുണ്ട്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്നുണ്ട്, സുബ്ഹാന റബ്ബിയൽ അളീം എന്നുണ്ട്, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്നുണ്ട്. അതൊക്കെ നമ്മുടെ നമസ്കാരത്തിലെ തസ്ബീഹുകളാണ്. എന്നാൽ അതല്ലാത്ത തരത്തിലുള്ള തസ്ബീഹുകളിലൊന്നാണ് യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ തസ്ബീഹ്. അതാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നത്. ഇനി കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ. റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വചനം, ഖഫീഫത്താനി അലൽ ലിസാൻ നാവിന്മേൽ ഏറ്റവും ലളിതമായ ഭാരം കുറഞ്ഞ രണ്ട് വചനം, ഹബീബത്താനി ഇലർ സഖീലത്താനി ഫിൽ മീസാൻ അള്ളാഹുവിൻ്റെ തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന രണ്ട് വചനം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അതാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹിൻ്റെ 6000-ൽ പരം ഹദീസുകൾ അവസാനിക്കുന്നത് ഈ ഒരു ഹദീസിൽ കൂടിയാണ്. കലിമത്താനി ഹബീബത്താനി റഹ്മാൻ എന്ന് പറഞ്ഞത് അതാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അപ്പോൾ അള്ളാഹുവിനോടുള്ള ആ കണക്ഷൻ അവിടെ നിലനിർത്താൻ പറ്റുന്ന തസ്ബീഹുകൾ, അതിൽപ്പെട്ട മറ്റൊരു തസ്ബീഹാണ് യൂനുസ് നബിയുടെ തസ്ബീഹ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതായത് സ്വന്തം തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കാം. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, പഠിച്ചോനെ ഞാൻ തെറ്റുകാരനായി പോയി എന്നുള്ള ഒരു തോന്നൽ വരണമല്ലോ, അല്ലെങ്കിൽ ആ ആ പശ്ചാത്താപത്തിന് അർത്ഥമില്ല. ഞാൻ ചെയ്തത് തെറ്റാണ് എന്നൊരു തോന്നി അദ്ദേഹത്തിന്, അത് അദ്ദേഹം ഏറ്റു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് തസ്ബീഹ് ചൊല്ലി, അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലി. അങ്ങനെ ചൊല്ലിയപ്പോൾ അദ്ദേഹം ഫനബദ്നാഹു, അദ്ദേഹത്തെ നാം എടുത്തെറിഞ്ഞു. നബദ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു, തള്ളി എന്നൊക്കെയാണ്. ബിൽ അറാഇ, ഒഴിഞ്ഞ ഒരു പ്രദേശത്ത്. അറാ എന്ന് പറഞ്ഞാൽ ഖാലിയായ പ്രദേശത്തിനാണ് അറാ എന്ന് പറയുന്നത്. അപ്പം മരുഭൂമിയായിരിക്കണം, കടൽ തീരത്തെ ഒഴിഞ്ഞ സ്ഥലമായിരിക്കണം. ആ ഖാലിയായ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് അദ്ദേഹത്തെ നാം തള്ളി എന്ന് പറഞ്ഞാൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് മത്സ്യത്തിനെ കൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് തുപ്പി തള്ളിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായി. അപ്പോൾ അത് നടന്നു. പിന്നെ ബിൽ അറാഇ, ആ ഒഴിഞ്ഞ സ്ഥലത്ത്. വഹുവ സഖീം, അദ്ദേഹം മരീളായിരുന്നു. സഖീം എന്ന് പറഞ്ഞാൽ രോഗി, ക്ഷീണിതൻ. സഖീം എന്ന് പറഞ്ഞാൽ അതാണ് ശിഫാ അൻ ലാ യുഗാദിറു സഖ്മ എന്നുണ്ട്. അല്ലാഹുമ്മ ശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ അൻ ലാ യുഗാദിറു സഖ്മ. അള്ളാഹുവെ നീ ശിഫയാക്കണം, നീയാണ് ശിഫയാക്കുന്നവൻ. ഏത് തരത്തിലുള്ള ശിഫ? ഒരു ചെറിയ രോഗം പോലും ബാക്കിയാവാത്ത തരത്തിൽ ശിഫയാക്കണം എന്ന് നമ്മൾ രോഗികളുടെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ അൻ ലാ യുഗാദിറു സഖമ. നിൻ്റെ അള്ളാഹുവെ നീയാണ് ഷാഫി, സുഖപ്പെടുത്തുന്നവൻ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നീ സുഖപ്പെടുത്തിയാലല്ലാത്ത മറ്റൊരാൾക്കും സുഖപ്പെടുത്താൻ കഴിയില്ല. ഡോക്ടർമാർക്കൊക്കെ ചികിത്സിക്കാനേ കഴിയുള്ളൂ, ഡോക്ടർ ചികിത്സിക്കാൻ, പക്ഷേ അള്ളാഹ് സുഖപ്പെടുത്തുന്നു. അതാ ശിഫാ അൻ ലാ യുഗാദിറു സഖമ, ഒരു സഖമും ഒരു പ്രയാസവും ബാക്കി നിൽക്കാത്ത. അതാണ് സഖമ് എന്ന് പറഞ്ഞാൽ ഒരു സൂക്കട് എന്ന് അറിയാലോ. അപ്പം സുഖക്കേട്, അതാ ഓഹോ സഖീം, അദ്ദേഹം സുഖക്കേടുകാരനായിരുന്നു, രോഗിയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ തള്ളിയത്. കാരണം മത്സ്യത്തിൻ്റെ വയറ്റിൽ 4 ദിവസം കിടന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അതൊന്നും ഇപ്പം നമുക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൽ എത്ര ദിവസം ഉണ്ടായി എന്നുള്ളത് നമ്മളെ അഖീദയേറ്റോ നമ്മളെ ഇബാദത്തേറ്റോ ബന്ധപ്പെട്ടതല്ല. എന്നും ക്ഷീണിച്ചിട്ടുണ്ട് അദ്ദേഹം കേട്ടപ്പം. എന്നിട്ട് അമ്പത്തിന അലൈഹി, എന്നിട്ട് നോക്കാം അല്ലാഹു തആല ഓരോരോ കാരണം ഉണ്ടാക്കുന്നത്. അമ്പത്തിന, നാം മുളപ്പിച്ചു, അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ,
ഷജറത്തൻ മിൻ യഖ്തീൻ, ഒരു യഖ്തീൻ. യഖ്തീൻ എന്ന് പറഞ്ഞാൽ ചിരങ്ങ, അതുപോലെ ബത്തക്ക പോലെയുള്ള വർഗത്തിൽപ്പെട്ട ആ ചെടിയാണ് യഖ്തീൻ. യഖ്തീൻ ചെടി, കുമ്പളം. അതായത് മരങ്ങൾ തണ്ട് കൂടുതലില്ലാത്ത ഇല വീതിയുള്ള മരുഭൂമിയിൽ വളരുന്ന ഒരു തരം ചെടി. അത് നമ്മളെ ചിരങ്ങയൊന്നും ആവണമെന്നില്ല അവിടുത്തെ ചിരങ്ങ. യഖ്തീൻ നമ്മളെ ചിരങ്ങക്ക് കറ എന്നാണ് പറയാം, നമ്മളെ വത്തക്കൊക്കെ അതാന്ന് പറയാം. പക്ഷെ ഓരോ പ്രദേശത്തും ഭൂപ്രദേശത്ത് ഈ വർഗത്തിൽപ്പെട്ട ഓരോ ചെടികളുണ്ടാവും. അത് അള്ളാഹ് മുളപ്പിച്ചു. അപ്പോൾ ആ കടൽ തീരത്ത് ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ടല്ലോ മത്സ്യം. അപ്പോൾ അവിടെ ഈ ഇലകൾ വള്ളിപ്പടർപ്പുകൾ വളർന്നപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പും തണുപ്പും പിന്നെ തണലും കിട്ടി. അമ്പത്തിന അലൈഹി ഷജറത്തൻ മിൻ യഖ്തീൻ, യഖ്തീൻ വർഗത്തിൽപ്പെട്ട ഒരു തരം വൃക്ഷം. വൃക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ മരം എന്നുള്ള അർത്ഥത്തിൽ വേണ്ട, ഭൂമിയിൽ നിന്ന് പൊങ്ങി നിന്ന് മുളച്ചു പൊങ്ങുന്നതെല്ലാം ഷജറത്താണ്. അപ്പോൾ യഖ്തീൻ എന്ന് പറഞ്ഞാലൊരു കുമ്പളങ്ങ, വെള്ളരിക്ക എന്നൊക്കെയുള്ള അങ്ങനത്തെ സാധനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടുള്ളൂ. ഷജറത്തും മിൻ യഖ്തീൻ. പിന്നെ ഷജറത്ത് എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ മരം എന്നാണ് അർത്ഥം പറയാറുള്ളത്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബത്തൻ കശജറത്തിൻ തയ്യിബ. ഷജറ എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നാ വാക്കിൻ്റെ അർത്ഥം ഭാഷയിൽ. ഷജറത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഉയർന്നു നിൽക്കുന്നത്, അതായത് മുളച്ചു പൊങ്ങിയത് എന്നാണ്. ഷജറ എന്ന് പറഞ്ഞാൽ മുളച്ചു പൊങ്ങുക, ഭൂമിയിൽ നിന്ന് മുളച്ചു പൊങ്ങിയത്. ചിലത് കുറച്ച് പൊങ്ങുള്ളൂ, ചിലത് കൂടുതൽ പോകുന്നു, ചിലത് വളരെ ഉയരത്തിൽ പൊങ്ങുന്ന വൻ വൃക്ഷങ്ങളാകും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ യഖ്തീൻ ഷജറത്ത് എന്ന് പറഞ്ഞാൽ ശരങ്ങവള്ളി അല്ലെങ്കിൽ കുമ്പളം വള്ളി പോലെയുള്ള പടർന്നു പിടിച്ച. വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് തുലില്ലുഹു ഫീ ളിലാലിൻ ബാരിദ, തണുപ്പുള്ള തണൽ നൽകുന്ന ഒരു തരം വൃക്ഷം അദ്ദേഹത്തിൻ്റെ മുകളിൽ കൂടി നാം മുളപ്പിച്ചു എന്ന് പറഞ്ഞാൽ വള്ളിപ്പടർന്നുകൾ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് സൗകര്യം നൽകി. നജമ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നജമ എന്ന് പറഞ്ഞാലും ഉയർന്ന് പൊങ്ങി എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണല്ലോ നക്ഷത്രത്തിന് നജ്മ്, വളരെ ഉയർന്നു നിൽക്കുന്ന, ഉയരത്തിൽ നിൽക്കുന്ന സാധനം എന്ന് പറയുന്നത്. പിന്നെ നജ്മത്തിന് വേറൊരു അർത്ഥമുണ്ട്. നജ്മത്ത് എന്ന് പറഞ്ഞാൽ വള്ളി എന്ന്. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ നജ്മ എന്ന് പേരിടും, മറ്റു മതവിശ്വാസികൾ വള്ളി എന്ന് പേരിടും. സംഗതിയൊക്കെ ഒന്ന് തന്നെയാണ്, രണ്ട് ഭാഷയെന്ന് മാത്രമേ ഉള്ളൂ. അതാണ്. അപ്പോൾ അർസൽനാഹു, അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ അള്ളാഹു നിയമത്ത് കൊടുത്തു. മറ്റൊരു നിയമത്തും കൂടി ഉണ്ട്. അർസൽനാഹു, അദ്ദേഹത്തെ നാം അയക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും അവിടുന്ന് രാജിച്ചു പോയതാണല്ലോ, അല്ലെങ്കിൽ തെറ്റിപ്പോയതാണല്ലോ. വീണ്ടും അർസൽനാഹു, അദ്ദേഹത്തെ നാം നിയോഗിച്ചു. ഇലാ മിഅത്തി അൽഫിൻ, മിഅത്ത് എന്ന് പറഞ്ഞാൽ 100, അൽഫ് 1000, അപ്പോൾ 100,000 എന്ന് പറഞ്ഞാൽ 1,00,000. 1,00,000 ഔ യസീദൂൻ, അല്ലെങ്കിൽ കുറച്ചധികമുള്ളവരിലേക്ക്. അപ്പം അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹം അയച്ച ആ സമുദായത്തിൻ്റെ എണ്ണം അത്രയായിരുന്നു. എന്തിനാണ് അല്ലാഹു തആല ആ എണ്ണം പറഞ്ഞത് എന്നതിന് പ്രത്യേകമായി ബാഹ്യമായി നമുക്കൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു ചെറിയ സമുദായം, മറ്റു നബിമാരുടെയൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇദ്ദേഹത്തിന് പിന്നെ ദഅവത്ത് ചെയ്യേണ്ടിയിരുന്നത് ഒരു വലിയ മഹാസമൂഹത്തെ ആയിരുന്നില്ല, ഒരു ചെറിയ സമൂഹത്തെയായിരുന്നു. ഒരു 100,000 ആളുകൾ അടങ്ങുന്ന ഒരു സമൂഹത്തിലേക്ക് അദ്ദേഹത്തെ അയച്ചു. ഇനി അതല്ല, അതൊരു വലിയ സമൂഹമായിരുന്നോ അതും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അത്തരം ആളുകൾ അള്ളാഹു അവരുടെ എണ്ണം ഒരു നബിയുടെയും കാലത്ത് ഇത്ര എണ്ണമുള്ള ആളുകളിലേക്ക് ഞാൻ ആ നബിയെ അയച്ചു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ കാര്യത്തിലാണ് മിഅത്തി അൽഫിൻ, 100,000 ഔ യസീദൂൻ, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി ഏറും, അങ്ങനെയുള്ളൊരു സമൂഹത്തിലേക്ക് അയച്ചു. അപ്പോൾ അതിൻ്റെ പിന്നെ ഇത് പറഞ്ഞില്ല, അതിൻ്റെ ഭിന്നസംഖ്യകൾ പറഞ്ഞിട്ടില്ല, മൊത്തം പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ച്? ഫ ആമനു, അപ്പോൾ അവരെല്ലാം ആമനു, വിശ്വസിച്ചു. ഫമത്തഅനാഹും, അപ്പോൾ അവർക്ക് നാം സുഖസൗകര്യങ്ങൾ നൽകി. ഇലാഹീൻ, ഒരു കാലം വരെ, ഒരു പരിധി, ഒരു ഘട്ടം വരെ എന്ന് പറഞ്ഞാൽ അവരുടെ മരണകാലഘട്ടം വരെ
സുഖസൗകര്യങ്ങൾ നൽകി. അപ്പോൾ ആ സമൂഹം വീണ്ടും സമൃദ്ധിയിലേക്കും സുഖത്തിലേക്കും പോയി. ഖുർആനിൽ വേറെ സ്ഥലത്ത് ഈ വിഷയം പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ. എന്താണ്? ഫലൂല കറിയ എന്തേന്നു ഇലാഹീൻ, അതാണ്. അതായത് പിന്നെ ഫലൂല കാനത്ത് ഖറിയത്തുൻ അല്ലേ, ഫലൂല കാനത്ത് ഖറിയത്തുൻ ആമനത്ത് ഫനഫഅഹ ഈമാനുഹ ഇല്ലാ ഖൗമ യൂനുസ. ഒരു ഖറിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജനവാസമുള്ള പ്രദേശം. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമം, മദീനത്ത് പട്ടണം എന്നാണ്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ ഒറിജിൻ നോക്കുകയാണെങ്കിൽ ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കി താമസിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശം എന്നാണ് ഖറിയ. ഖിറ നൽകുന്ന സ്ഥലത്തിനാണ്. ഖിറ എന്ന് പറഞ്ഞാൽ ഭക്ഷണം തിന്നാനും കുടിക്കാനൊക്കെ കൊടുക്കുക. അപ്പോൾ ഖിറയുള്ള രാജ്യം, മറ്റത് പിന്നെ മരുഭൂമിയാണ്. നമുക്കിന്ന് ഖറിയത്തിൻ്റെ വിപരീതം മദീനത്ത് പട്ടണമാണ്. അപ്പോൾ ഖറിയത്തിൽ കിട്ടുന്നതിനേക്കാളും ഭക്ഷ്യവസ്തുക്കളും മറ്റുമൊക്കെ നമുക്ക് മദീനത്തിൽ കിട്ടും. പക്ഷേ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ഖറിയത്തിൻ്റെ നേരെ വിപരീതം ബൈദ ആണ്. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ആൾതാമസവും ഭക്ഷണവും വെപ്പും തീനൊക്കെ ഉള്ള സ്ഥലം. ബൈദ എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ലാത്ത വിജനമായ മരുഭൂമി. അപ്പോൾ ഫലൗലാക്കാനത്ത് ഖറിയത്തുൻ ആമനത്ത് ഫനഫഅഹ ഈമാനുഹ, ഒരു ഖറിയത്ത് വിശ്വസിക്കുകയും ആ വിശ്വാസം അവർക്ക് ഉപകാരം ചെയ്യുകയും ചെയ്തു, ഉപകാരപ്പെടുകയും ചെയ്തു. ഇല്ലാ ഖൗമ യൂനുസ, യൂനുസിൻ്റെ സമൂഹം ഒഴികെ എന്നാണ് ആ വാക്ക്. യൂനുസിൻ്റെ സമൂഹം ഒഴികെ അവർക്ക് അത് പിന്നെ വിശ്വസിച്ചില്ല. പിന്നെ എന്താണ് ഫനഫഅഹ ഈമാന, എന്നാൽ യൂനുസിൻ്റെ സമൂഹം അവർ ലമ്മ ആമനു, അവർ വിശ്വസിച്ചപ്പോൾ കശഫ്ന അൻഹും അദാബൽ ഖിസി, വളരെ നിന്ദ്യമായ ശിക്ഷയിൽ നിന്ന് നാം അവർക്ക് രക്ഷ നൽകി. ഫിൽ ഹയാറ്റി ദുന്യാവിൻ്റെ ജീവിതത്തിൽ. വമത്തഅനാഹും ഇലാഹീൻ, ഒരു കാലഘട്ടം വരെ അവർക്ക് നാം സുഖസൗകര്യങ്ങൾ നൽകുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. യൂനുസ് നബി അലൈഹി സ്വലാമിൽ ആ സമൂഹം വിശ്വസിച്ചു. അപ്പോൾ അവർക്ക് അല്ലാഹു തആല സുഖക്ഷേമ സൗകര്യങ്ങൾ തിരിച്ചു നൽകി. അതാണ്. എന്നിട്ട് വമത്തഅനാഹും ഇലാഹീൻ ഫസ്തഫ്തിഹിം, ഇനി ആ വിഷയം കഴിഞ്ഞു. ഫസ്തഫ്തിഹിം, അതുകൊണ്ട് നീ അവരോടൊന്ന് ചോദിച്ചു നോക്ക്. ഇസ്തഫ്ത എന്ന് പറഞ്ഞാൽ ഫത്വ ചോദിക്കുക, അല്ലെങ്കിൽ വിധി ചോദിക്കുക. ഫസ്തഫ്തിഹിം, നബിയെ താങ്കൾ അവരോട്, ആ നിഷേധികൾ, നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന നിഷേധികളോട് നബിയെ നിങ്ങളൊരു വിധി ചോദിച്ചു നോക്ക്. അലി റബ്ബിക്കൽ ബനാത്തു, നിൻ്റെ റബ്ബിന് പെൺകുട്ടികളും, വലഹും അൽ ബനൂൻ, അവർക്ക് ആൺകുട്ടികളുമാണോ? അതായത് ഖുറൈശികൾ വിശ്വസിച്ചിരുന്നത്, ഖുറൈശികളും മുശ്രിക്കീങ്ങളും ജാഹിലിയ കാലം മുതൽ വിശ്വസിച്ചിരുന്നത് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെമ്മക്കളാണ്. അപ്പോൾ ബാപ്പ ആരാണ്? അള്ളയാണ്. ബാപ്പ അള്ളാ, പിന്നെ മലക്കുകൾ പെൺകുട്ടികൾ. ഇവരെ ഉമ്മ ആരായിരിക്കും? അപ്പോൾ ഇമ്മ ജിന്ന് വർഗത്തിൽപ്പെട്ട വലിയ ജിന്നുകൾ. അപ്പോൾ അള്ളാഹ്ക്ക് ജിന്നുകളിലുണ്ടായ പെൺകുട്ടികളാണ് മലക്കുകൾ എന്നാണ് അവരുടെ വിശ്വാസം. അത് അവരുടെ താവഴികളായിട്ട് വിശ്വസിച്ച് വന്നിരുന്നൊരു അബദ്ധമായ വിശ്വാസമായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു നോക്ക്. വസ്തഫ്തിയും, അവരോടൊരു ഫത്വ, ഒരു വിധി ചോദിച്ചു നോക്ക്. അലി റബ്ബിക്കൽ ബനാത്തു, നിൻ്റെ റബ്ബിന് പെൺകുട്ടികൾ അല്ലേ, പെൺകുട്ടികളാണോ? വലഹുമുൽ ബനൂൻ, അവർക്ക് ആൺകുട്ടികളും. ഓൽക്ക് പെൺകുട്ടി വേണ്ട, പെൺകുട്ടി ഉണ്ടായാൽ ജീവനോടെ അവർ കുഴിച്ചു മൂടും. പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമില്ല. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. ഖുറൈശികളുടെ കൂട്ടത്തിൽ അവരിങ്ങനെ ഇരിക്കുമ്പോൾ, നിൻ്റെ ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടല്ലോ, അതൊരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണും മുഖമൊക്കെ ഒരു കറുത്തിരുണ്ട്, അവനൊരു മോശക്കാരനായിട്ട് യതവാറാ മിനൽ ഖൗമി, അവൻ ആ ജനങ്ങളിൽ നിന്ന് വല്ല പിൻവാങ്ങിപ്പോകുന്ന, പിന്നെ അവിടെ ഇരിക്കൂല. കാരണം വഷളത്തരങ്ങുണ്ട്, പെൺകുട്ടി ജനിച്ചു എന്നുള്ളതുകൊണ്ട്. എന്നിട്ടോ അങ്ങനെ ചിന്തിക്കുകയാണ്. എന്താണ്?
എത്തവാറാമിനൽ കൗമി അം യദുസുഹു ഫി തുറാബിൻ. ആ കുട്ടിനെ നീ മണ്ണിൽ കുഴിച്ച് മൂടണോ, അതല്ല ആ കുട്ടിനെ വളർത്തണോ? അത്രയും ഒരു പെൺകുട്ടി ഉണ്ടായ നാട്ടിൽ മുഖത്ത് നോക്കാൻ പറ്റാതെ ജനങ്ങളിൽ നിന്ന് പിൻവാങ്ങി ഒളിഞ്ഞു പോയിരുന്ന ഒരു സമൂഹത്തിനോടാണ് അള്ള ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആൺകുട്ടികൾ മതി, എന്നാൽ നിങ്ങളെ റബ്ബിന് പെൺകുട്ടികളും. അതെന്താണ്? അലി റബ്ബിക്കൽ ബനാത്തു വലഹുമുൽ മരൂൻ. ഇനി അതല്ല, ഖലഖ്നൽ മലായികത ഇനാസൻ, മലക്കുകളെ പെണ്ണുങ്ങളായിട്ടാണോ നാം സൃഷ്ടിച്ചത്? വഹും ഷാഹിദൂൻ, അവർ അതിന് സാക്ഷികളുമാണോ? മലക്കുകളെ പെണ്ണുങ്ങളായി സൃഷ്ടിച്ചു എന്നുള്ളതിന് അവർക്ക് സാക്ഷ്യമുണ്ടോ? അവരെങ്ങനെ സാക്ഷികളാണോ? മലക്കുകളുടെ സൃഷ്ടിപ്പ് പെണ്ണാണ് എന്നുള്ളതിന് എന്താ അവർക്ക് തെളിവുള്ളത്? വഹും ഷാഹിദൂൻ, അല അറിയുക, ഇന്നഹും തീർച്ചയായും അവർ, മിൻ ഇഫ്കിഹിം അവരുടെ ഈ വ്യാജമായ വാക്കുകളിൽ കൂടി, ലയഖൂലൂൻ അവർ പറയുന്നു. ഇഫ്ക് എന്ന് പറഞ്ഞാൽ പിന്നെ വ്യാജവാർത്തകൾ അല്ലെങ്കിൽ വ്യാജമായ സംസാരങ്ങൾ. ആ വ്യാജമായ സംസാരത്തിൽ കൂടി അവർ പറയുന്നു. എന്താ പറയുന്നത്? കദിബ് എന്ന, ഇഫ്ക് എന്ന് പറഞ്ഞാൽ വെറും കളവ്. ലയഖൂലൂന എന്താ പറയുന്നത്? വലദല്ലാഹു, അള്ളാഹു താല കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ്. അപ്പോൾ അള്ളാഹ്ക്ക് കുട്ടികൾ ലം യലിദ് വലം യൂലദ്, അള്ളാഹ് ജനിപ്പിച്ചിട്ടുമില്ല, അള്ളാഹ് ആരുടെയും പുത്രനായി ജനിച്ചതുമല്ല. അതാ ലയഖൂലൂന അവർ പറയുന്നു, വലദല്ലാ അള്ളാഹു ഒരു കുട്ടിയെ ഉണ്ടാക്കി ജനിപ്പിച്ചു. വ ഇന്നഹും ലകാദിബൂൻ തീർച്ചയായും അവർ കള്ളം പറയുക തന്നെയാണ്. അസ്തഫൽ ബനാത്തി അവൻ പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുക, അലൽ ബനീൻ ആൺകുട്ടികളെക്കാളും പെൺകുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? മാലക്കും നിങ്ങൾക്കെന്താണ്, കൈഫ തഹ്കുമൂൻ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വിധി പറയുന്നത്? അഫലാ തദക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? പടച്ചോൻ പെൺകുട്ടികളുണ്ടാക്കി എന്ന് പറയുന്നതിന് എങ്ങനെ ഞങ്ങൾ ആ വിധി പറയുന്നത്? അംലക്കും സുൽത്താനും മുബീൻ, അതല്ല നിങ്ങൾക്ക് വ്യക്തമായ സുൽത്താനുണ്ടോ? സുൽത്താൻ എന്ന് പറഞ്ഞാൽ തെളിവ്, അധികാരമുണ്ടോ എന്ന് പറഞ്ഞാൽ അതോറിറ്റി ഉണ്ടോ എന്ന് പറയാന്ന്. സുൽത്താൻ എന്ന് പറഞ്ഞാൽ അധികാരി, അധികാരം എന്നൊക്കെയാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള അധികാരമുണ്ടോ, അല്ലെങ്കിൽ അതോറിറ്റി ശരിക്കുള്ള തെളിവുകളുണ്ടോ? മുബീൻ വ്യക്തമായ തെളിവുകളുണ്ടോ അങ്ങനെ പറയാൻ? ഫഅ്തു എങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക, ബി കിതാബിക്കും നിങ്ങളുടെ രേഖ, ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ആ രേഖ കൊണ്ടുവരിക. എന്തായാലും തീരൂല. ആയിക്കോട്ടെ, സാരില്ല, നമുക്കങ്ങനെ എടുത്തു പോകാം. ഏതായിരുന്നാലും ചരിത്രമാണ് പറഞ്ഞതെങ്കിലും അതിൽ നമ്മളോടാണ് കുറേ കാര്യങ്ങളുള്ളത്. പിന്നെ അവരുടെ ആയാതി അബദ്ധജടിലമായ വിശ്വാസങ്ങളും പ്രമാണങ്ങളൊന്നുമില്ലാതെ. അപ്പം ഈ ബിദ്അത്തുകൾ നമ്മളെ നാട്ടിൽ നടക്കുന്നതും ഇതേപോലെ തന്നെയാണ്. എന്താണ് ഇപ്പം അള്ളാഹ്ക്ക് കുട്ടിയുണ്ട്, മലക്കുകളാണ് അള്ളാഹിൻ്റെ പെമ്മക്കൾ. ഇനി അത് ആരിലുണ്ടായി എന്ന് വെച്ചാൽ അടുത്ത ആയത്തിലുണ്ട്, അതിൻ്റെ കുട്ടികളെ അമ്മ ജിന്നാണ്, വലിയ ജിന്നുകളാണ്, സുറാത്തുൽ ജിന്ന് എന്ന്, ജിന്നിലെ നേതാക്കന്മാർ. ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ എവിടുന്ന് കിട്ടിയവർക്ക് ഒരു പ്രമാണവുമില്ല. അതേമാതിരിയാണ് നമ്മുടെ നാട്ടിൽ ഇന്നുള്ള പല ബിദ്അത്തുകളുടെയും അവസ്ഥ. ഒരു പ്രമാണവുമില്ല, ആരൊക്കെയോ പറഞ്ഞ് കേട്ടുകേൾവി ഉണ്ടായി, അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ മതമാണെന്ന് കരുതി ബിദ്അത്തുകളിൽ ജീവിക്കുന്നു എന്നതാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.